Hi all, greetings from Success Academy Kochi. Hope you are all doing good. So ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു സെഷനായിട്ടാണ് ആൻഡ് വിൽ ബി ഡിസ്കസിങ് ടെൻസസ് ഇൻ ഇംഗ്ലീഷ്. ടെൻസസ് വളരെ വലുതാണ്, സാഗരം അനന്ത സാഗരം പോലെ ഇങ്ങനെ കിടക്കുവാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ബട്ട് ഐ അഷ്യൂർ യു, ഇഫ് യു നോ ദ മീനിങ് ഓഫ് ദ 3 വേർഡ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ടെൽ യു നൗ, ആ 3 വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിൽ ഇംഗ്ലീഷിലുള്ള 12 ടെൻസസും ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, സോ ആ 3 വാക്കുകൾ എന്താണെന്നല്ലേ? യെസ്, അതൊക്കെ ഇതാണ്. ഐ, യു നോ ദ മീനിങ് ഓഫ് ഐ, റൈറ്റ്? ദ നെക്സ്റ്റ് വൺ, സ്റ്റഡി. ആൻഡ് ദ തേർഡ് വേർഡ്, ഇംഗ്ലീഷ്. So I hope you all know the meaning of these 3 words. I study English. I is ഞാൻ, study പഠിക്കുക, English നമുക്കറിയാം അല്ലേ, നമ്മുടെ മെയിൻ ടോപ്പിക് ഹിയർ ഓർ ദ ലാംഗ്വേജ് വി ആർ ഡീലിംഗ് ഹിയർ. സോ ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഈ 3 വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിൽ ഇംഗ്ലീഷിലുള്ള 12 ടെൻസസും യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ നിങ്ങളൊക്കെ എഴുന്നേറ്റ് പറയും എന്ന് തന്നെ ഞാൻ അഷ്യൂർ ചെയ്യുന്നു. സോ ദ ടെൻസസ് ഇൻ ഇംഗ്ലീഷ്, ബേസിക്കലി ഇംഗ്ലീഷിലുള്ള ടെൻസസ് ഏതൊക്കെയാണ്? യെസ്, വി ഹാവ് ദ പാസ്റ്റ് ടെൻസ്, വി ഹാവ് ദ പ്രസൻറ്റ് ടെൻസ് ആൻഡ് വി ഹാവ് ദ ഫ്യൂച്ചർ ടെൻസ് അല്ലേ. സോ പാസ്റ്റ്, ഭൂതം, വർത്തമാനം, ഭാവി. ഭൂതം, വർത്തമാനം, ഭാവി. സോ 3 ടെൻസസ് ആണുള്ളത്. ആൻഡ് ഈ ഓരോ ടെൻസിനും തന്നെ 4 സബ് ടെൻസസ് കൂടെ വരും. ഓരോരുത്തർക്കും 4 സബ് ടെൻസസ് കൂടെ വരും. ഏതൊക്കെയാണെന്ന് നോക്കാം. സോ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. സോ പാസ്റ്റിൽ വി ഹാവ് സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പാസ്റ്റ്, രണ്ടും ഒരാൾ തന്നെ കേട്ടോ. സിമ്പിൾ, ഇൻഡെഫിനിറ്റ് രണ്ടും ഒരാളുടെ പേര് തന്നെ. Then we have the perfect tense, then we have the continuous tense and we have the perfect continuous tense. So ഓരോന്നിനും 4 ഫാമിലീസ്, 4 സബ് പാർട്സ് കൂടെ വരുന്നുണ്ട്. സോ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓരോന്നിനും 1 2 3 4 4 സബ് ഫാമിലി കൂടെ വരും. സോ അതാണ് ടോട്ടൽ 12 ടെൻസസ് ആയത്. ഓക്കെ, സോ സിമ്പിൾ നമുക്ക് നോക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് പ്രസൻറ്റ് ടെൻസ്. നമുക്ക് പ്രസൻറ്റ് ടെൻസ് എന്ന് തുടങ്ങാം. ഓക്കെ, സോ പ്രസൻറ്റ് ടെൻസ്, ഞാൻ ആദ്യം പറഞ്ഞ 5 വാക്കുകൾ, 3 വാക്കുകൾ, ഐ study English. Okay, so this was the very first the words that I told you in the beginning. I study English. Okay, so I study English. These were the 3 words that I told in the beginning. ഒന്നുകൂടെ ഞാൻ എഴുതാം. I study English. ഇത് പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. പ്രസൻറ്റ് സിമ്പിളിലുള്ള ഫോമാണ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ, കണ്ടിന്യൂസ് ഫോമിലാണെങ്കിലോ, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. So this is present continuous. I am studying English. ഇനി present perfect, അതായത് പെർഫെക്റ്റ് ആണ്, ആ സംഭവം ഏകദേശം കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം. സോ പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമുക്ക് ഈ സെൻറ്റൻസ് എങ്ങനെ എഴുതാം? ഐ ഹാവ്. ഓക്കെ, ഐ ഹാവ് എ പെൻ, പ്രസൻറ്റ് ടെൻസ് ആണ്. സി, I have studied English. ഇനി ഒരു ടെൻസ് ആണ് ബാക്കിയുള്ളത്. എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് കുറച്ചധികം നേരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. സോ ഇവിടെ നമ്മൾ എഴുതി ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, നൗ വാട്ട് വിൽ വി സേ ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഐ ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ studying
English. Okay? എല്ലാം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, സോ ചെറിയ ഡിഫറൻസസ് ഓരോന്നും തമ്മിൽ വരുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഓരോ ബാക്കി ടെൻസസിലും. ഇതിപ്പോൾ പ്രസൻ്റ് ആണ് നമ്മളെടുത്തത്, പാസ്റ്റ് ആണെങ്കിലും ഇതുപോലെ ഒരു മൈന്യൂട്ട് ഡിഫറൻസേ സെൻറ്റൻസസ് തമ്മിൽ വരുന്നുള്ളൂ. ഫ്യൂച്ചർ ആണെങ്കിലും ഇതേപോലെ തന്നെ. സോ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സിമ്പിൾ പ്രസൻറ്റ് മീൻസ് ആ ഒരു കാര്യം പ്രസൻറ്റിലാണോ പാസ്റ്റിലാണോ ഫ്യൂച്ചറിലാണോ വലിയ ഡെക്കറേഷനോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പറയുവാണ്. അത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ആ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാവൂ. ഇവിടുത്തെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വാസ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വി ഹാവ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്, അങ്ങനെയാണ് അത് വരുന്നത്. ആൻഡ് അടുത്തത് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ്. അതെന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവം പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ? ആ സംഭവം അത് ഫിനിഷായി അല്ലെങ്കിൽ അതൊരു പൂർണ്ണതയിലാണ് നിൽക്കുന്നത്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സോ ഇവിടെ വന്നത് ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നാണ് പ്രസൻറ്റ് ടെൻസിൽ. ഇനി പാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ. സോ പാസ്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ വരുന്നത് ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ പറയാനാണെങ്കിൽ ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇവിടെ ഹാവ് ആണ് വന്നത്. പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, സോ നമുക്ക് ബാക്കി ടെൻസസ് നോക്കാം. നൗ പ്ലീസ് പോസ് ദ വീഡിയോ ആൻഡ് റീഡ് ഓൾ ദീസ് സെൻറ്റൻസസ്. ഓക്കെ, ഈ സെൻറ്റൻസസ് ഒന്ന് നിങ്ങൾ മൈൻഡിൽ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് കാണാതെ പറയാൻ നോക്കുക. പ്രസൻറ്റ് സിമ്പിൾ, present perfect, present continuous, present perfect continuous. So 4 different sentences on the basic words I study English. ഒന്ന് കാണാതെ കൂടെ പറഞ്ഞു നോക്കൂ കേട്ടോ. Pause the video, do that. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. Okay, moving on to the next. So I told basically 3 tenses ആണ് നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ടെൻസസിൽ വരുന്നത്. പാസ്റ്റ്, present and future. Present tense ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ present simple, I study English. Present perfect, അത് കഴിഞ്ഞു. ഹാവ് ആണ് വരുന്നത്. ഐ ഹാവ് എ പെൻ. ഇപ്പോൾ എനിക്കൊരു പെന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. ഹാവ് കേട്ടോ. സോ present perfect, I have studied English. പെർഫെക്റ്റ് ആണ്, പഠിച്ചു കഴിഞ്ഞു. present continuous, I am studying English. present continuous, ഇപ്പോൾ ഞാൻ പഠിക്കുവാണ്. present perfect continuous കുറച്ചധികം നേരമായിട്ട്. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം, ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ വേവ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ കൂടുതലാണ്. സോ കുറച്ചധികം സമയം ആയിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ വേവിന് കുറച്ചധികം ഇതുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് നമുക്ക് നോക്കാം. പാസ്റ്റ് സിമ്പിൾ, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. പാസ്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു പോയ കാര്യമാണ്, കംപ്ലീറ്റ് ആയിട്ട് അത് ഫിനിഷായി. ഐ ഹാഡ്, ഇവിടെ ഹാവ് വന്നു, ഇവിടെ ഹാഡ് വരുന്നു. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. പാസ്റ്റ് കണ്ടിന്യൂസ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, കുറച്ചധികം നേരമായിട്ട് പാസ്റ്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, ഇന്നലെ കണ്ടിന്യൂ ആയിട്ട് ഒരു 3 മണിക്കൂർ, ഫ്രം 3 PM to 6 PM, ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. So if you ask me what is the difference between past continuous and past perfect, difference ഇതാണ്. ഇത് കുറച്ച് സമയം വരുന്നു, ഇത് കുറച്ചധികം സമയം ഒരേ സ്ട്രെച്ചിൽ അങ്ങ് വരുന്നു. ഓക്കെ, now future tense with the same word I study English. Future simple, I will study English. And future perfect, I will have studied English. നിങ്ങൾ നാളെ വരുമ്പോഴത്തേക്കും ഞാൻ പഠിച്ചിട്ടുണ്ടാകും. Then future continuous, നാളെ ഈ നേരം വരുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. I will be studying English. And we have future perfect continuous which says I will have been studying English. കുറേ നേരമായിട്ട്, നാളെ നിങ്ങൾ വരുമ്പോഴത്തേക്കും I will have been studying English. So these are the 12 tenses in English. I hope it was clear. Please pause the video and again scan the table well. Okay? So these are the 12 tenses in English. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു സിമ്പിൾ. സിമ്പിളിന് വേറൊരു പേര് നമ്മൾ ആദ്യം പറഞ്ഞു, എന്തായിരുന്നു? ഇൻഡെഫിനിറ്റ്. അത് ഓർക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഫോമുലാസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. സെൻറ്റൻസ് ഫോം ചെയ്യേണ്ട ഒരു ഫോമുലയാണ്, ഒരു ബേസിക് ഫോമുലയാണ്. സബ്ജക്റ്റ് ഉണ്ടാവണം, വേർബ് ഉണ്ടാവണം, ഒബ്ജക്റ്റ് ഉണ്ടാവണം ഒരു സെൻറ്റൻസിൽ അല്ലേ?
നൗ ഈ സെൻറ്റൻസിന് ഇപ്പോൾ ഇതുപോലെ ഓരോ ടെൻസിനും പല പല ഫോമുലയാണ് അല്ലേ? സോ യു നോ എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. നമുക്കിപ്പോൾ ഇതൊന്ന് കൺസിഡർ ചെയ്യാം. ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ്. ഇതിൻ്റെ ഫോമുല നമുക്ക് എങ്ങനെ എഴുതാം? ഓർ ഇഫ് യു നോ ദിസ് സെൻറ്റൻസ് ആൻഡ് ഇഫ് യു നോ ദ ടെൻസ്, നമ്മൾക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. സോ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമുല ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഐ, ആം എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഐ ജസ്റ്റ് റോട്ട് ആം. ഇത് ആം ആകാം, ഇസ് ആകാം, ആർ ആകാം. ആം, ഇസ് ഓർ ആർ. ദെൻ വി ഹാവ് ദ വേർബ് വിച്ച് ഇസ് സ്റ്റഡി. സ്റ്റഡി പ്ലസ് ing വരുന്നുണ്ടല്ലേ? വേർബിന് എത്ര ഫോംസ് ഉണ്ട്? ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഇൻ വേർബ്. ഫോംസ് ഓഫ് വേർബ്. ഫോർ എക്സാമ്പിൾ study, studying, studied. This is the first form, this is the second form, and this is the third form. Okay? So, three forms of the verb. Study, studying, and studied. നമ്മളിപ്പോൾ ഇതാണ് നോക്കിക്കൊണ്ടിരുന്നത്. So, ഇത് വെർബിൻ്റെ ഏത് ഫോമാണ്? Study, studying, studied. So, that is the second form of the verb. In other words, we can write the same as subject I അല്ലേ? Subject I ആണ് plus am plus ഏത് form of the verb ആണ്? Study, studying. Second form of the verb. V2 plus object. ഇതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസിൻ്റെ കൂടെ ഒരു ഫോമുല നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്യാൻ നോക്കൂ. സിമ്പിൾ അല്ലേ? സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം, വേർബ് എന്താണെന്ന് അറിയണം, ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയണം. ഇനി സബ്ജക്റ്റ് എന്താണ് എന്നറിയേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. വാട്ട് ഇസ് എ സബ്ജക്റ്റ്, വാട്ട് ഇസ് എ പ്രെഡിക്കേറ്റ് ഇൻ എ സെൻറ്റൻസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അതൊന്ന് കണ്ടു നോക്കുക. സോ ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് സബ്ജക്റ്റ്, ഈ സെൻറ്റൻസ് എന്തിനെ പറ്റിയാണോ പറയുന്നത്? സെൻറ്റൻസ് ഇസ് ടെല്ലിംഗ് അബൌട്ട് മീ. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ ആം ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ, സബ്ജക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളാണ് ഒബ്ജക്റ്റായിട്ട് ഇതിൽ വരുന്നത്. സോ വാട്ട് explains the subject is called as the predicate. Okay, what explains the subject is called as the predicate. So here the subject is I. So ഇതുപോലെ മറ്റൊരു സെൻറ്റൻസ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. സോ ഐ ഈസ് ദ സബ്ജക്റ്റ്. വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഇതേക്കണേ V1 plus object. So this is the formula for present simple. Okay. So I hope the class was helpful for you. You could understand all the 12 tenses. And ഇനി നമുക്ക് ഇതുപോലെ ഫോർമുലാസ് എഴുതാനാണെങ്കിലും I hope you can do it well. So thank you so much for watching, and if you have any suggestions for this video, please do comment it in the comment box, and you can also suggest topics which you want us to cover. Also do like, share and subscribe our videos. Thank you so much from Success Academy.